Good morning. Our new chapter is gas laws and a mole concept. Chapter 4. Okay. Did you see in this type balloons anywhere in the park or tourist places? Okay. Which type gas filled in this balloon? This balloon filled helium gases. Okay. What is the reason this type balloon floating in the atmosphere? This helium gas less density compare our atmosphere air. Okay, so this type balloons are floating our atmosphere. Okay, we can say many things our surrounding. How to classify them? Solid, liquid, and gases. Solids are wood items and pen, book, or something. Liquid items are water, oil, and many things. Okay. Gases are oxygen, hydrogen, carbon dioxide. Okay. In a which of these states least density, solid or liquid or gases? Gases is least density comparatively solid or liquid. Okay, we can explain the gases. Okay, this chapter. Find out the elements which exist in the gaseous state at ordinary temperature. Ordinary temperature means normal temperature. Okay, 20 degrees Celsius to 25 degrees Celsius is normal temperature. Uh, what are the elements? Hydrogen, nitrogen, fluorine, chlorine, helium, neon, argon, oxygen, krypton. These are gases state in the atmosphere, exist the normal temperature. Okay. And next question is, from the following tabulate the compounds which exist in the gaseous state in the ordinary temperature. These are compounds. First one is elements. What is the difference between compounds and elements? Oxygen is a element. O2. O2 is an element, but carbon dioxide is a compound. രണ്ട് ആള് ഒന്നിച്ച് ചേരുമ്പോഴാണ് കോമ്പൗണ്ടായി മാറുന്നത്. ഓക്സിജൻ എന്ന് പറയുന്നത് ഓക്സിജൻ മാത്രമേ ഉള്ളൂ, അത് ഒരു എലമെൻ്റ് ആണ്. ഇപ്പോൾ ഹൈഡ്രജൻ എന്താ എലമെൻ്റ് ആണ്. H2O എന്ന് പറയുമ്പോഴോ അതൊരു കോമ്പൗണ്ടായി മാറി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ നോർമൽ ടെമ്പറേച്ചറിൽ ഗ്യാസസ് സ്റ്റേറ്റിൽ ഉള്ള കോമ്പൗണ്ട്സുകളാണ് കണ്ടെത്തേണ്ടത്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, സോഡിയം ക്ലോറൈഡ്, അമോണിയ, ഗ്ലൂക്കോസ്, അമോണിയം ക്ലോറൈഡ്, മീതെയിൻ, സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രിക് ആസിഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്. സോഡിയം ക്ലോറൈഡ് എന്താ? സോൾട്ടാണ് അല്ലേ, അതൊരു സോളിഡ് ഫോമിലുള്ളതാണ്. ഗ്ലൂക്കോസ് നമ്മൾ പൗഡറായിട്ട് കണ്ടിട്ടുണ്ട്, ലിക്വിഡ് ഫോമിൽ കണ്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതും ഗ്യാസസ് അല്ല. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ്. സോഡിയം ക്ലോറൈഡ് സോളിഡ് ഫോമാണ് അല്ലേ.
അമോണിയ. അമോണിയ ഇസ് എ ഗ്യാസ്. ഗ്ലൂക്കോസ് ഗ്യാസ് അല്ല. പിന്നെ മീഥെയ്ൻ, അമോണിയം ക്ലോറൈഡ്, മീഥെയ്ൻ ഗ്യാസാണ്, അമോണിയം ക്ലോറൈഡ് ഗ്യാസ് അല്ല. സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസാണ്, കാർബൺ മോണോക്സൈഡ് ഗ്യാസാണ്, അതുപോലെ നൈട്രജൻ ഡൈ ഓക്സൈഡും ഗ്യാസാണ്. ഓക്കെ, ഇനി ഗ്യാസസും ലിക്വിഡും സോളിഡും എന്താണ് ഡിഫറൻസുകൾ എന്ന് നോക്കാം. സോളിഡ് ഫോമിലുള്ള ഒരു വസ്തുവിനെ നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചാൽ അത് അവിടെ അങ്ങോട്ട് ഇരിക്കും അല്ലേ. പക്ഷേ ലിക്വിഡ് ഫോമിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരിടത്ത് വെച്ചാൽ അത് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളകും അല്ലേ, ഒന്ന് മൂവ് ആവും. ഇപ്പോൾ വാട്ടർ കണ്ടിട്ടില്ലേ നിങ്ങൾ? വാട്ടർ ഏതൊരു കിണറ്റിലേക്ക് നമ്മൾ നോക്കിയാലും അതിലെപ്പോഴും ഇങ്ങനെ ഓളം വെട്ടിക്കൊണ്ടിരിക്കും അല്ലേ, ഓളം ഉണ്ടാവില്ലേ, ഇങ്ങനെ വേവ്സ് പോലെ. ഗ്യാസസ് ആണെങ്കിലോ, ഗ്യാസസ് ആണെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ചാൽ എന്തുണ്ടാവുക, അതിന് പരക്കാൻ പറ്റുന്ന അത്രയും സ്ഥലത്താണ്ട് പരന്ന് കിടക്കും അല്ലേ. അങ്ങനെയാണ് ഈ 3 സ്റ്റേറ്റിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്യാസ് സ്റ്റേറ്റാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഡിസ്റ്റൻറ്റ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്, മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് നോക്കിക്കേ. ഇവിടെ മോളിക്യൂൾസ് തമ്മിൽ ഭയങ്കര കണ്ടോ അകലമുണ്ട് അല്ലേ. ഇവിടെയൊക്കെ അടുത്തടുത്താണ് മോളിക്യൂൾസ് നിൽക്കുന്നത്. അപ്പോൾ ഗ്യാസസ് മോളിക്യൂൾസ് എന്താണ്, വെരി ഹൈ ആണ് ഡിസ്റ്റൻസ്. ഫോഴ്സ് ഓഫ് ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്, ഫോഴ്സും അട്രാക്ഷൻ കുറവായതുകൊണ്ടാണ് അതിങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്. അല്ല, അട്രാക്ഷൻ കൂടുതലാണ്. ഇപ്പോൾ ഗാന്ധത്തിന് അട്രാക്ഷൻ കൂടുതലാണ്, അതുകൊണ്ടല്ലേ അത് അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അട്രാക്ഷൻ കുറവാണ്, വെരി ലോ ആണ്. ഇനി ഫ്രീഡം ഓഫ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ മോളിക്യൂൾസ്, ഫ്രീഡം മൂവ്മെൻറ്റ് കൂടുതലല്ലേ ഇതിൻ്റെ മോളിക്യൂൾസിന്. ഗ്യാസസ് മോളിക്യൂൾസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുക അല്ലേ. അപ്പോൾ മൂവ്മെൻറ്റ് വെരി ഹൈ ആണ്. എനർജി ഓഫ് ദ മോളിക്യൂൾസോ, എനർജി കൂടുതലാണ്. നമുക്കറിയാം, നമ്മൾ ചെറിയ കുട്ടികളുണ്ടാവും എപ്പോഴും ഓടിച്ചോടിക്കൊണ്ടുള്ള, ആ കുട്ടികൾക്ക് നല്ല എനർജി ഉണ്ടാവും. ചില കുട്ടികൾ അധികം ഭക്ഷണമൊന്നും കഴിക്കാത്ത കുട്ടികളുണ്ടാവും, അവർക്ക് ഇത്രയും എനർജി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് ആലോചിക്കാം. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് നോക്കാം. ഗ്യാസസിൻ്റെ കുറച്ച് സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. പിന്നെ ഗ്യാസസിനെ കുറിച്ചിട്ട് അതിൻ്റെ ആരൊക്കെയാണെന്നറിയോ, ജെയിംസ് ക്ലർക്ക്, മാക്സ്വെല്ലും വുഡ്വിഗ് ബോൾട്ട്മാനും കൂടിയാണ് ഇതിനെ കുറിച്ചിട്ട് കുറച്ച് സ്റ്റഡി നടത്തിയിട്ട് കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് പോയിൻറ്റ്സുകളാണ്. ഇത് നന്നായി മനസ്സിലാക്കി വെക്കുക, അപ്പോഴാണ് നമുക്കൊന്നും കൂടെ ഈ ചാപ്റ്ററിലേക്ക് ഇറങ്ങാൻ പറ്റുക. ഗ്യാസസ് ആർ മേഡ് അപ്പ് ഓഫ് മൈനോറിറ്റി പാർട്ടിക്കിൾസ്, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. നമ്മൾക്ക് ഈ ഗ്യാസസ് ഇങ്ങനെ കാണാനൊന്നും പറ്റൂലല്ലോ. അപ്പം വളരെ സൂക്ഷ്മമായിട്ടുള്ള മൈനോറിറ്റി പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. The attractive force between gases molecules is very low. Attractive force ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കോളത്തിലുണ്ട് അല്ലേ, അട്രാക്ഷൻ കുറവാണ് ഗ്യാസസ് മോളിക്യൂൾസ്. As the molecules are so far apart, the volume of gaseous molecules is negligible in comparison with the total volume of gas. എന്താണെന്നറിയോ, നമുക്ക് ഒരു ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇതിൽ എന്തെങ്കിലും നമ്മളൊരു ഗ്യാസ് നിറച്ചിട്ടുണ്ട്, ഈ ഒരു ബോക്സിൽ ഗ്യാസ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മോളിക്യൂൾസ് എപ്പോഴും ഇങ്ങനെ എല്ലായിടത്തും പരന്ന് നടന്നുകൊണ്ടിരിക്കാവും. ഇതിനെ മൊത്തത്തിൽ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അതിൻ്റെ ഒരു വോളിയം എന്ന് പറയുന്നത് ഇത് ഫില്ലായി കിടക്കുമായിരിക്കും. ഇതിനെ
എല്ലാം കൂടി എല്ലാ മോളിക്യൂൾസിനെയും കൂടി ഒരു ഭാഗത്തേക്ക് അടുപ്പിച്ച് വെച്ചാൽ വളരെ കുറവേ അളവുണ്ടാവുള്ളൂ, നെഗ്ലിജിബിൾ ആയിരിക്കും, അങ്ങനെയാണ് പറയുന്നത്. The volume and can be reduced by reducing the distance between the gases molecules. ഇവർ തമ്മിലുള്ള ഇതുണ്ടല്ലോ ഡിസ്റ്റൻസ്, അത് കുറച്ചാൽ എന്തുണ്ടാവും, ഈ മോളിക്യൂൾസ് തമ്മിലുള്ള അകലം കുറച്ച് കൊണ്ട് വന്നാൽ അതിൻ്റെ വോളിയം കുറക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഈ ഒരു ബലൂണ് ഇത്രയും വോളിയം ഉണ്ടായപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടായിരുന്നു. ഈ ബലൂണിൻ്റെ ഇവിടുത്തെ കെട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ കുറച്ച് മോളിക്യൂൾസിനെ കളഞ്ഞു. അപ്പം ഇതിൻ്റെ വോളിയം കുറഞ്ഞു. ഇതിൻ്റെ വോളിയം കുറഞ്ഞപ്പോൾ എന്തുണ്ടായി, ഇവിടെ എന്താ സംഭവിച്ചേ, വോളിയം ബലൂണിൻ്റെ തന്നെ വോളിയം കുറഞ്ഞു. അപ്പോൾ ഇത്രയും അകലത്തിലുണ്ടായിരുന്ന മോളിക്യൂൾസ് കുറച്ചും കൂടി അടുത്തായി ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങി. അതാണ് പറയുന്നത് കേട്ടോ. ഇനി മോളിക്യൂൾസ് ആർ ഇൻ കോൺസ്റ്റൻറ്റ് മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻ. ഇത് എപ്പോഴും പല ഡയറക്ഷനിലൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ, ഇവിടെയൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആസ് ദ റിസൾട്ട് ദ മോളിക്യൂൾസ് കൊളൈഡ് വിത്ത് ഓൺ അനദർ ആൻഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. ഇത് തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടും. അല്ല, ഇപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ വാളുണ്ടാവുമല്ലോ, അതിന്മേലും കൂട്ടിയിടിക്കും. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കല്ലേ, അപ്പം എപ്പോഴും കൂട്ടിയിടിക്കും. ദ ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ കൊളീഷൻ. ഈ ഒരു കൂട്ടിമുട്ടാനുണ്ടാവുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, മോളിക്യൂൾസിന് ഇതിൻ്റെ വാളുമ്മ കൂട്ടിമുട്ടാനുള്ള ഒരു ഫോഴ്സ് ഉണ്ട്. അതാണ് ഗ്യാസസ് പ്രഷർ എന്ന് പറയുന്നത്. അതിന് ഒരു ഫോഴ്സ് കൊടുക്കണം, എന്നാലാണ് അത് ചെന്ന് മുട്ടുക. അതിനാണ് ഗ്യാസസ് പ്രഷർ എന്ന് പറയുന്നത്. ഈ കൊളീഷൻ ഓഫ് ഗ്യാസസ് മോളിക്യൂൾസ് ആർ ഇലാസ്റ്റിക് നേച്ചർ. ഇലാസ്റ്റിക് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വലിച്ചിട്ട് പിന്നെ അങ്ങോട്ട് വിട്ടാൽ ആദ്യത്തെ അതേപോലെ ആവൂലേ, അങ്ങനത്തെ ഒരു നേച്ചറാണ് ഗ്യാസസ് മോളിക്യൂൾസിനുള്ളത്. കാരണം ദാറ്റ് മീൻസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ ബി സെയിം. ഇങ്ങനെ കൂട്ടി മുട്ടും എന്ന് പറഞ്ഞില്ലേ, വാൾസിൽ കൂട്ടിയിടിക്കും. അപ്പം ഇതിന് ഒരു എനർജി ഉണ്ട്. എന്തിന്? ഈ മോളിക്യൂൾസിന്. ഇതിൻ്റെ എനർജി കൂട്ടിയിടിക്കുന്നതിന് മുന്നേയും ഇടിച്ച് കഴിഞ്ഞതിന് ശേഷവും ഒരേപോലെ ആയിരിക്കും, സെയിം ആയിരിക്കും. നമ്മൾ ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ വരാന്തയിലൂടെ ഇങ്ങനെ ഓടി ചെന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ആരെങ്കിലും അപ്പുറത്തുനിന്ന് വരുന്നുണ്ടോയെന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല, പെട്ടെന്ന് ചെന്നിട്ട് കൂട്ടിയിടിച്ചപ്പോൾ പിന്നെ നമുക്ക് ഇടിച്ച് വീണിൻ്റെ ശേഷം പിന്നെ എണീറ്റ് പോകുമ്പോൾ അത്രയും എനർജി ഉണ്ടാവുമോ? ഇല്ല അല്ലേ? അപ്പോൾ ഗ്യാസസ് മോളിക്യൂൾസ് അങ്ങനെ അല്ല. പിന്നെ the average kinetic energy of the gaseous molecules is directly proportional to its temperature. ഇതിൻ്റെ ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ടെമ്പറേച്ചർ അതിൻ്റെ ഇതിൻ്റെ ഒരു എനർജി ഉണ്ട്, അതാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ആ കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും കൂടെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. എന്താണെന്നറിയോ? ഈ ഒരു എയർ നമ്മൾ ഇപ്പോൾ ബലൂണിൽ എയർ നിറച്ചു എന്ന് വിചാരിച്ചോ, അത് നമ്മൾ വെയിലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ വെയിലത്ത് ഒരു ബലൂണ് ഫില്ലാക്കിയിട്ട് കൊണ്ടുപോയി വെച്ചാൽ കുറേ കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. കാരണം എന്താണെന്നറിയോ? അതിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂൾസിന് എന്ത് കൂടുതലാണ്? കൈനറ്റിക് എനർജി കൂടി വരും ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 3 ജനറൽ പ്രോപ്പർട്ടീസാണ് ഗ്യാസിനെ കുറിച്ച് പഠിക്കാനുള്ളത്: വോളിയം, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഫസ്റ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം വോളിയം.
എന്ന് പറയുന്നത് നമുക്കറിയാം, ഏതൊരു ഇതെടുത്ത് നോക്കിയാലും ഏതൊരു വസ്തു ഇപ്പം ഞാനിവിടെ ഞാൻ ഇരിക്കാനുള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതാണ് എൻ്റെ വോളിയം എന്ന് പറയുന്നത്. അതേപോലെ ഏതൊരു വസ്തുവിൻ്റെയും വോളിയം എന്ന് പറഞ്ഞാൽ അത് ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്ലേസാണ്. പക്ഷേ ഒരു ഗ്യാസസ് എന്ന് പറയുമ്പോൾ ആ ഒരു കണ്ടെയ്നറിലാക്കി കഴിഞ്ഞാൽ, അപ്പോൾ ഒരു 1/2 ലിറ്ററിൻ്റെ കണ്ടെയ്നറിൽ ഉള്ള വസ്തു ഗ്യാസിന് ഒരു ഓക്സിജൻ ഈ ഒരു കുപ്പിയിലുള്ള ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുപ്പിയിലേക്ക് നമ്മൾ മാറ്റിയാൽ എന്താ സംഭവിക്കുക? ഇതൊരു ലിക്വിഡിലാവുമ്പോൾ ഇത് 1/2 ലിറ്ററിനായിട്ട് ഇവിടെ കിടക്കും ഇല്ലേ? ഇതിനെ ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിന് മൊത്തത്തിലാണ് കിടക്കുക അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ വോളിയം എങ്ങനെ കണക്കാക്കുക? ഈ കുപ്പിയിലാണെന്നുണ്ടെങ്കിൽ ഈ കുപ്പിയുടെ അളവാണ് ഈ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഇതിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കുപ്പിയുടെ അളവാണ്. മനസ്സിലായോ? ദ വോളിയം ഓഫ് ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ഇറ്റ് ഒക്കുപ്പൈഡ്. അത് ഒക്കുപ്പൈഡ് ചെയ്തിരിക്കുന്നത് ഏത് കണ്ടെയ്നറിലാണോ അതിൻ്റെ വോളിയമായിരിക്കും ആ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വോളിയം കണ്ടെത്താൻ ഹൈറ്റ് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ലെങ്ത് ആണ് അളക്കുക. അപ്പോൾ 1 സെൻറ്റിമീറ്റർ അളവുള്ള ഒരു ക്യൂബിൻ്റെ അളവിലുള്ള ഒരു കണ്ടെയ്നർ എടുത്താൽ, ക്യൂബിൻ്റെ മോഡലുള്ള ഒരു കണ്ടെയ്നർ എടുത്താൽ എല്ലാ അളവും സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ എല്ലാം ഹൈറ്റും ബ്രെഡ്ത്തും ലെങ്ത്തും സെയിം ആയിരിക്കും. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഇൻറ്റു 1 സെൻറ്റിമീറ്റർ ഇൻറ്റു 1 സെൻറ്റിമീറ്റർ ചെയ്താൽ 1 സെൻറ്റിമീറ്റർ ക്യൂബാണ് നമുക്ക് കിട്ടുക. ഈ 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? 1 മില്ലിക്ക് തുല്യമാണ്. 1 മില്ലിക്ക് ഈക്വലാണ് 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 മില്ലിയാണ് ഈ ഒരു കണ്ടെയ്നറിൽ ഉണ്ടാവുന്ന ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ്. ഇനി വോളിയത്തിൻ്റെ SI യൂണിറ്റാണ് മീറ്റർ ക്യൂബ്. അപ്പോൾ മീറ്റർ ക്യൂബ് നമുക്ക് കണ്ടെത്തൽ എങ്ങനെയാണെന്ന് നോക്കാം. 1 മീറ്ററിൻ്റെ എല്ലാ ഭാഗത്തും 1 മീറ്റർ അളവുള്ള ഒരു കണ്ടെയ്നർ നമ്മൾ എടുത്തു. നമുക്ക് 1 മീറ്റർ ക്യൂബ് എങ്ങനെയാണ് കിട്ടണേ നോക്കാം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ അല്ലേ? ഇവിടെ നമുക്ക് 1 സെൻറ്റിമീറ്റർ ഇൻറ്റു 1 സെൻറ്റിമീറ്റർ ഇൻറ്റു 1 സെൻറ്റിമീറ്റർ നമുക്ക് എന്ത് കിട്ടി? 1 സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലേ കിട്ടി. അപ്പോൾ അതേപോലെ 1 സെൻറ്റിമീറ്റർ ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ മീറ്ററിനെ 3 പ്രാവശ്യം മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാണ്? 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ. അപ്പോൾ അതിനെ 3 പ്രാവശ്യം മൾട്ടിപ്പിൾ ചെയ്യാം. ഇനി ഇതിനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴുള്ള ഒരു ട്രിക്ക് എന്താ വെച്ചാൽ, ഇവിടെ എത്രയാണോ സീറോകൾ വന്നിട്ടുള്ളത് നോക്കാം. ഇവിടെ 300 വന്നിട്ടുണ്ട്, അതിൽ 3ലും കൂടെ 6 സീറോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 6 സീറോസും ഇവിടെ ഇട്ട് കൊടുക്കാം, ഫസ്റ്റിൽ 1 കൊടുത്തുകൊണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് മൾട്ടിപ്പിൾ ചെയ്തു. അത്രയും സെൻറ്റിമീറ്റർ ക്യൂബാണ് വന്നല്ലേ. ഇവിടെ എല്ലാം 3 സെൻറ്റിമീറ്റർ അല്ലേ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്ത്, അതുകൊണ്ട് സെൻറ്റിമീറ്റർ ക്യൂബ് വന്നു. ഇനി ഇത് നമ്മൾ 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 മില്ലിയാണ് അല്ലേ, 1 ഈക്വലാണ് 1 മില്ലിക്ക്. അതേപോലെ ഇവിടെ ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ അത്രയും മില്ലിക്ക് സെയിം ആണ്. ഇനി നമുക്ക് മില്ലിയിലല്ല കിട്ടേണ്ടത്, ലിറ്ററിലാണ് കിട്ടേണ്ടത്. മില്ലി എന്ന് പറയുമ്പോൾ ചെറിയ അളവാണ്, അത് ലിറ്ററിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് സിമ്പിളാണ്. ഇപ്പം നമ്മൾ 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങാമെന്നൊക്കെ പറയുമ്പോൾ 1000 മില്ലി വാങ്ങാമെന്ന് പറയൂലല്ലോ, 1 ലിറ്റർ എന്നല്ല എപ്പോഴും പറയുക. അപ്പോൾ അതുപോലെ മില്ലിനെ നമുക്ക് ലിറ്ററിലേക്കാക്കണം. ലിറ്ററിലേക്കാക്കുമ്പോൾ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി അല്ലേ. അപ്പോൾ എന്തോ ചെയ്താൽ മതി,
1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് നോക്കിയേ എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. സീറോകളെ നമുക്ക് വെട്ടിക്കളയും. ഈ 3 സീറോയും വെട്ടിയാൽ ഇവിടുത്തെ 3 സീറോയും വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 1000 ആണ് കിട്ടുക. ഈ ലാസ്റ്റിലുള്ള 3 സീറോയും വെട്ടിക്കളഞ്ഞാൽ 1000 കിട്ടും. അപ്പോൾ 1000 മില്ലി കിട്ടി. 1000 മില്ലി എന്ന് പറയുന്നത് 1 ലിറ്ററിന് സെയിം അല്ലേ. ഇനി അടുത്തതാണ് പ്രഷർ. പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കണ്ടെയ്നറിലാക്കിയാൽ ഗ്യാസസ് മോളിക്യൂൾസ് ആർ കോൺസ്റ്റൻറ്റ് റാൻഡം മോഷൻ. ഇത് എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസ് എ റിസൾട്ട് ദേ കൊളൈഡ് വിത്ത് ഓൺ അനദർ ആൻഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. തമ്മിലും കൂട്ടിയിടിക്കും, ഇതിൻ്റെ വാൾസിലും കൂട്ടിയിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോഴ്സാണ്, അതിന് കൊടുക്കുന്ന ആ ഒരു ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്, പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രഷർ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് പ്രഷർ ഈക്വൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ സർഫേസ് ഏരിയ. ഫോഴ്സ് ഡിവൈഡഡ് ബൈ സർഫേസ് ഏരിയ. നോക്കിക്കോ, ഇവിടെ ഇപ്പോൾ ഒരു ഡോറുണ്ട്. ഈ ഡോറുമ്മേ എല്ലാവരും കൂടെ വന്നിട്ട് ഇങ്ങനെ തള്ളുക. എല്ലാവരും കൂടി വന്നിട്ട് ഇങ്ങനെ തള്ളുമ്പോൾ ഇതിലേക്ക് ഒരു അനുഭവപ്പെടും. ഈ ഒരു ഫോഴ്സിനാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എത്രയാണ് അളവ് എന്ന് കിട്ടാൻ, ഒരാൾ കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണെന്ന് കിട്ടാൻ എന്ത് ചെയ്യണം, ഈ ഫോഴ്സ് എത്രയാണോ അതിനെ ഈ സർഫേസ് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പ്രഷറിൻ്റെ SI യൂണിറ്റാണ് പാസ്കൽ. പാസ്കൽ ഒരു ATM ഈക്വലാണ് 1.01325 × 10. പാസ്കൽ എന്ന് പറയുന്നത് ഒരു ATM ആണ്. ATM എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, ഇനി ടെമ്പറേച്ചറാണ് അടുത്തത് പഠിക്കാനുള്ളത്. ടെമ്പറേച്ചർ കാണാൻ എന്ത് ചെയ്യണം, എന്താണ് ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് എന്നൊക്കെ നോക്കാം. SI യൂണിറ്റ് കെൽവിനാണ്. ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റാണ് കെൽവിൻ. കെൽവിന് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ വോളിയവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിനാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ പറയാറുണ്ട്. ഡിഗ്രി സെൽഷ്യസിനെ കൺവേർട്ട് ചെയ്യണം കെൽവിനിലേക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് 273 കൊണ്ട് ആഡ് ചെയ്യാം. അപ്പം ഇങ്ങനെ കിട്ടുകയെന്ന് നോക്കാം നമുക്ക്. നോക്ക്, കൺവേർട്ട് ചെയ്യാണ്. 10 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10 + 273 ചെയ്യാം. അപ്പോൾ നമുക്ക് കെൽവിൻ്റെ അളവ് കിട്ടും, 283 എന്ന് കിട്ടും. ഇനി ഇതിന്ന് ഡിഗ്രി സെൽഷ്യസിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കിയേ. ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കെൽവിനിലുള്ള അളവ് നമുക്ക് 373 കെൽവിൻ എന്ന് തന്നിട്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 373 - 273 ചെയ്യാം. അപ്പോൾ 100 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രണ്ടും ചെയ്യാൻ പറ്റും. എത്ര ആണ് നമ്മുടെ നമ്പർ നോക്കേണ്ടത്, 273 കെൽവിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. അത് നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. കെൽവിനിലേക്ക് മാറ്റാനും പറ്റും, ഡിഗ്രി സെൽഷ്യസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഓക്കെ.